അസ്സലാമു അലൈക്കും. ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞ, എൻ്റെ പേര് അസീബ്. ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെല്ലാം അവരെ പിശാചുമായി ബന്ധപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ഇത് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കിതുപോലെ ജിന്നുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല? ജിന്നുകളുമായിട്ട് മനുഷ്യർക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ? ജിന്നുകളുമായി ബന്ധം ഹസീബാണെന്ന് കൊണ്ടുവന്നത്, പേരെനിക്കധികം അറിയാം. ജിന്നുകളുമായി മനുഷ്യൻ ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. കഴിയുമോ എന്ന് ചോദിച്ചാൽ ജിന്നുകളുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇസ്ലാമിക ലോകം നേരത്തെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ പറയുന്ന പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് സംശയമുണ്ടായതിൻ്റെ ഒരു ന്യായം എനിക്ക് മനസ്സിലായില്ല. വിശുദ്ധ ഖുർആൻ തന്നെയാണ് യൂഹി ബാലുഹും ഇലാ ബാൽ എന്ന് പറയുന്നത്. മനുഷ്യരിലുള്ള ആളുകളും ജിന്നുകളിലുള്ള ആളുകളും അന്യോന്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അങ്ങനെയല്ല, ഞങ്ങൾ സാധാരണക്കാർക്ക് ജിന്നുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയിൽ ഇപ്പോൾ ജിന്നുണ്ടാവുമെന്ന് നമുക്ക് എങ്ങനെ അറിയില്ല? അത് മറ്റൊരു തലത്തിലുള്ളൊരു ചോദ്യമാണത്. സാധാരണക്കാരായി ജനിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നീട് പല കഥകളും കൂടെ വരുമ്പോൾ അസാധാരണക്കാരാവുന്നത്. അസാധാരണക്കാരായിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പോൾ ജിന്നുകളോട് സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനുമുള്ളൊരു പാകതയിലാണ് ഏത് കുട്ടിയും ജനിക്കുന്നത്. അവരിൽ ചിലർക്ക് പിന്നീട് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ചില ആക്സസുകൾ കിട്ടും. ജിന്നുകൾക്കും അങ്ങനെ തന്നെയാണ്. ജിന്നുകളും എല്ലാ മനുഷ്യരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. ജിന്നുകളും വളരെ സെലക്റ്റീവായിട്ട് മനുഷ്യരിൽ നിന്ന് ചിലരെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇനി ഈ പറയുന്ന നമ്മൾ ഷൈത്താൻ എന്ന് പറയുന്നത് കാഫർ ജിന്നാണ്. ഈ കാഫർ ജിന്നിനെ തസ്ഹീർ ചെയ്തിട്ട് പൂജിച്ചിട്ട്, തസ്ഹീറു ഷയാത്തു എന്ന് പറയും, ആഭിചാര കൃത്യത്തിനും മറ്റുമൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അതിനൊക്കെ വേണ്ടി പൂജിച്ചിട്ട് അവരെ ആവാഹിച്ച് വരുത്തുന്ന കലാവിദ്യകളൊക്കെ പണ്ടേക്കും പണ്ടേ ചില മനുഷ്യരൊക്കെ ആചരിച്ച് വരുന്ന, പ്രാക്ടീസ് ചെയ്ത് വരുന്ന ബ്ലാക്ക് മാജിക്സിൻ്റെ ഭാഗമാണ്. അതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വത്തബൗമാത്തലു ഷയാത്വനു അലാ മുൽക്ക് സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാക്കിന്ന ഷയാത്വന കഫറു എന്ന് പറയുന്ന ആ മാറൂത്തിൻ്റെ ആ വചനത്തിൽ മനുഷ്യരും ജിന്നുകളും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഇവിടെ ഈ പറയുന്ന ആഭിചാര കൃത്യങ്ങളും മറ്റും പഠിപ്പിച്ചതുണ്ട്. ഇനി ഈ ജിന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതുപോലെ കാഫർ ജിന്നുള്ളതുപോലെ മൂമിൻ ജിന്നും ഉണ്ട്. ആ മൂമിൻ ജിന്ന് ഈ പറയുന്നത് പോലെ കാഫർ ജിന്ന് അവർക്ക് വേണ്ട മനുഷ്യരോട് സഹവസിക്കുന്നത് പോലെ ചില മൂമിനിങ്ങളായ ജിന്നുകളും മനുഷ്യരോട് സഹവസിക്കും. എന്നിട്ട് അവർ മനുഷ്യരെ സഹായിക്കും. അത് നല്ല മനുഷ്യരുടെ അടയാളമൊന്നുമല്ല, അത് ചില കാര്യകാരണങ്ങൾ ഒത്തുവരലാണ്. ജിന്ന് ഹാദറാത്തുള്ള മനുഷ്യന്മാർ മഹാ തമ്മാടികളുമാവാം, വലിയ സാലിഹ്യങ്ങളുമാവാം. ഒരാൾക്ക് ജിന്ന് ഹാദറാത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ മഹാനൊന്നും ആവില്ല. അതേസമയം ആ ജിന്ന് ഹാദറാത്തുള്ള ആൾക്ക് സാധാരണ ആൾക്കില്ലാത്ത ചില സൗകര്യങ്ങളുണ്ട്. കാര്യം ഇത് ഈ പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് പോയി വരാനൊക്കെ സൗകര്യമുള്ള, അങ്ങനെ പ്രകൃതമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ നമ്മളൊരാൾ ജിന്ന് ഹാദറാത്തുള്ള ഒരാളെ അരികെ സമീപിച്ചാൽ പെട്ടെന്ന് പോയി വരാനൊക്കെ പറ്റുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കാലം ആയുസ് ഉള്ളത് കൊണ്ട്, നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പേ ജനിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ മരിച്ചാലും ആയുസ് ബാക്കിയാവും. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ജിന്നിൻ്റെ ആയുസ്സാണ്. ഒരുപക്ഷെ മനുഷ്യന് സാധ്യമാകാത്ത പലതും പറഞ്ഞു കൊടുക്കാനൊക്കെ ജിന്നിന് പറ്റും. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെയൊന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നിഷേധിക്കേണ്ടതില്ല. കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ പോലും ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പോലും ഉള്ളത്, നമ്മുടെ ശരീരത്തിൽ പോലും ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ പോലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെക്കാൾ കൂടുതലുള്ളത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ല മാനദണ്ഡം, അല്ല അനുഭവിക്കുക എന്നുള്ളതല്ല മാനദണ്ഡം. അവിടെ അറ്റാച്ച് ചെയ്യുന്നത് ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ ചർച്ച ഡെവലപ്പാക്കാം, അതാണ് ഒരു സൗകര്യം. ഇപ്പം ഈ ഒരു ടെൻഡൻസി പൊതുവേ ഉണ്ട്, അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളത്. ആ വാദം വാസ്തവത്തിൽ ഒരു നിരീശ്വരവാദത്തിൻ്റെ ഒരു പടിപ്പരയാണത്. നിരീശ്വരവാദികളുടെ പിതാവ്, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ലോകത്തെ ഒരു ബ്രാൻഡഡ് അംബാസഡറായി അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസ്. ഈ റിച്ചാർഡ് ഡോക്കിൻസിനോട് എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, എന്തുകൊണ്ട് സെട്ടാവില്ല, പടച്ചവനില്ല, ഗോഡില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിന് പറഞ്ഞ വളരെ പ്രഖ്യാപിതമായൊരു നിലപാട്, ഒരു നയം എന്ന് പറയുന്നത് അബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സെൻസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കാണത്. അബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സെൻസ്. ദൈവമുണ്ട് എന്നുള്ളതിന് അനുഭവപരമായ തെളിവ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ദൈവമുണ്ട് എന്നുള്ളതിന് അനുഭവപരമായ തെളിവ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അബ്സെൻസ് ഓഫ് എവിഡൻസ്, അനുഭവിക്കാൻ പറ്റുന്ന ഒന്നും ഇല്ല. കാണാനോ പിടിക്കാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ ഒന്നും പറ്റുന്നില്ല ദൈവത്തെ. ആ അവസ്ഥയാണ് എവിഡൻസ് ഓഫ് അബ്സെൻസ്.
ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ബേസിക്കലി ഇസ്ലാമിൻ്റെ ഒരു ലോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ദർശന, ശ്രവണ, ഘ്രാണ, രസന, സ്പർശനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, ചെവിട്, ചർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഗങ്ങളെ കൊണ്ടുള്ള അറിവുകൾ. ആ അറിവുകൾ അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനുഷ്യൻ ചിലപ്പോഴൊക്കെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടും, ചിലപ്പോൾ ക്രമേണ അനുഭവങ്ങൾ കൊണ്ട് കിട്ടും, മറ്റുള്ളവർ പറഞ്ഞിട്ട് കിട്ടും. അറിവിന് പല സ്രോതസ്സുകളുമുണ്ട്. ഒരു ജിന്നിൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. ഇത്തരം എല്ലാ വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പോളിസി അതാണെന്ന് പറഞ്ഞതാണ്. നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും പരിമിതി മനസ്സിലാക്കുക എന്നുള്ളത്. കൂട്ടിച്ചേർക്കാം. ഞാൻ ഒരു മറുപടി പറഞ്ഞാൽ ഇവിടെ അത് ക്ലോസ് ആക്കണമെന്നില്ല. അത് സംതൃപ്ത അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ പറയാം. ഇതൊരു ചോദ്യോത്തര പരിപാടിയോ മത്സരമൊന്നും അല്ലല്ലോ.